5.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയുള്ള 2 വീലറിൽ 6 ലിറ്ററിലധികം പെട്രോൾ നിറച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. 600 സംതിങ്ങിന് പുറത്തു പോയി. അപ്പോൾ നോർമലായിട്ട് നമ്മൾ നോക്കുമല്ലോ അത്. നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിലുള്ള പല പെട്രോൾ പമ്പുകളിൽ ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നുണ്ട്. എല്ലാ പെട്രോൾ പമ്പും അല്ല, ഏകദേശം ഒരു 80% പെട്രോൾ പമ്പിലും ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? 2 ദിവസം മുന്നേ നടന്ന സംഭവമാണിത്. അരൂരിലുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ച് എണ്ണയടിച്ച യുവാവിന് സംഭവിച്ചത്. ഇത് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ചതിയിൽ നിങ്ങളും കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ചുരുങ്ങിയത് 4 ആളുടെ അടുത്തെങ്കിലും വണ്ടി ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം. ഇനി മുതൽ പെട്രോൾ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ 8ന്റെ പണി വരും. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അരൂരിലുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ച് 5.5 ലിറ്റർ മാത്രം കൊള്ളുന്ന ഒരു ടാങ്കിലേക്ക് 6 ലിറ്ററിന്റെ മേലെ എണ്ണ അടിച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവം കേൾക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. അസ്ലാം, എന്താ സംഭവിച്ചത്? ഞാൻ നോർമലായിട്ട് അടിക്കുന്ന പറയുമ്പോൾ ഒരു 450 ഒരു അപ്പോൾ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുമല്ലോ. നമ്മൾ ഓൾറെഡി പെട്രോൾ അതിൽ ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഒരു 500 രൂപ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം. എന്നാലും ഇതിപ്പോൾ വന്നേക്കെന്ന് പറയുമ്പോൾ 650 രൂപ സംതിങ് വന്നിട്ടുണ്ട്, 649 രൂപ വന്നിട്ടുണ്ട്. ഞാൻ ഇത് ചോദിച്ചത് എന്താ, അപ്പോൾ പുള്ളി പറയുന്നത് എയർ കയറി വരുമെന്ന് പറയും. അതിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എയറിൻ്റെ കാശും കൂടെ ഞാൻ തരണമെന്ന് ചോദിച്ചു. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ലീഗലായിട്ട് നീ പൊയ്ക്കോന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ഇത് സുസുക്കിയുടെ ബെർഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിന് 5.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. ഷോറൂമുകാരുമായിട്ട് ഞാൻ 2 ഷോറൂമുകാരെ വിളിച്ച് സംസാരിച്ചാണ് 5.5 ലിറ്റർ കൂടുതൽ അടിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ഇതിൽ ഒരു ബാറോളം ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, ഒരു ബാർ ഈ പെട്രോൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ 680 രൂപ അല്ല, അതവൻ ചോദിച്ചതിൽ ന്യായമുണ്ട്. എയർ കയറി വന്നാൽ അതിന്റെ ക്യാഷും കൂടെ കൊടുക്കണോ എന്ന്. അല്ല, എന്നാൽ പിന്നെ 700-800 ഒക്കെ ആവും വരെ എയർ കയറ്റി വിട്ടൂടെ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. ഫുൾ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചാൽ പോലും എന്തായാലും ഒരു 4 ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 4.5 ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും. 6 ലിറ്റർ ആണെങ്കിൽ പോലും അത് ടാങ്ക് ഫുള്ള് കാലിയാണെങ്കിൽ മാത്രമേ അത്രയും അടിക്കാൻ കഴിയുന്ന. ഇവിടെ 5 ലിറ്ററിൻ്റെ ക്യാനിൽ അടിച്ച് അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത്. നിലവിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൽ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. സർട്ടിഫൈഡ് ക്യാനാ സർട്ടിഫിക്കറ്റ് വേണം കാണിച്ചത്. എന്ത് സംഭവിച്ചതാവും? അപ്പോൾ 6 ലിറ്റർ വണ്ടിയുടെ ടാങ്കിന് നമുക്ക് കപ്പാസിറ്റി അറിയത്തില്ല, അത് നമുക്കറിയത്തില്ല. അതിനകത്ത് ഇച്ചിരി എന്തായാലും കൂടുതൽ ഇപ്പോൾ കാറിൻ്റെ ആണെങ്കിലും ഇത് വരുന്നത്. അപ്പോൾ കമ്പനി പറയുന്ന കപ്പാസിറ്റി ഒരു ഗ്യാപ്പ് എന്തെങ്കിലും കാണും. നമ്മൾ ഫുൾ അടിക്കാൻ പറയുമ്പോൾ ഫുള്ള് കുത്തി നിറത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കൂടുതൽ വരും. അത് കാണിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6 മേളിൽ കയറും. കമ്പനി പറയുന്നത് ഏത് വണ്ടിയാണെങ്കിലും ഒരു എയർ ഫീൽ എന്ന് പറഞ്ഞാൽ അല്ല, ഓൾറെഡി അതിൽ ഉണ്ടായിരുന്നല്ലോ. ഇവർ പറയുന്ന അതിലൊരു ഘട്ടം ഉണ്ടായിരുന്നു, ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. നമ്മൾ ലീഗൽ മെട്രോളജി എല്ലാ പ്രാവശ്യവും സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 3 മാസം കൂടുമ്പോൾ സർട്ടിഫൈ ചെയ്യുന്ന എല്ലാ കൊല്ലവും അവർ സർട്ടിഫൈ ചെയ്താണ് അവർ വിടുന്നത്. 5 ലിറ്റർ ഞങ്ങൾക്ക് വേറെ അളവുകളൊന്നും ഇല്ല. കണ്ടോ, ഇതില് 5.5 ലിറ്ററിൽ കൂടുതൽ അടിക്കാൻ കഴിയില്ല. അഥവാ അടിക്കാൻ കഴിയുമെങ്കിൽ തന്നെ അങ്ങനെ അടിക്കാൻ പാടില്ല. നിയമപ്രകാരം അങ്ങനെയാണ്. ശരിക്കും 1 ലിറ്റർ വരുന്ന ഒരു ബോട്ടിലോട്ട് പെട്രോൾ അടിച്ച് നോക്കിയാൽ ഇവിടെ പ്രോബ്ലം സോൾവ് ആക്കി കിട്ടും. പക്ഷെ അയാൾ അടിക്കില്ല. ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും 5 ലിറ്റർ അവര് സെറ്റ് ചെയ്ത് വെച്ചതാണ്. എന്താ നാടകം! ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ അല്ലേ? ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് അടിച്ചാൽ അറിയാൻ പറ്റും. അത് നമ്മൾ മറ്റേ ലീഗൽ മെട്രോളജി പറയുന്നില്ല. നമുക്ക് 5 ലിറ്റർ, നമുക്കിപ്പോൾ ഒരു സംശയം മാറ്റാൻ സ്റ്റാൻഡേർഡ് അളന്ന് പറഞ്ഞാൽ 5 ലിറ്റർ മാത്രമേ ഉള്ളൂ. വേറെ അളന്ന് കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ 1 ലിറ്റർ അടിക്കണം എന്നുണ്ടെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി കൊണ്ടുവന്നാൽ നിങ്ങൾ അടിച്ചത് 1 ലിറ്റർ പറയുന്നില്ല. അതിനകത്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയുമല്ലോ. നിയമത്തിൻ്റെ നമുക്കിപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ സംശയം മാറാനുണ്ട്. 1 ലിറ്റർ കുപ്പിക്കകത്ത് നമുക്ക് അടിക്കാൻ നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. നിയമത്തിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് നമുക്ക് അളന്ന് ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് അറിയാൻ കഴിയത്തില്ല. അതറിയാൻ കഴിയും. അതിപ്പോൾ ഒന്ന് അടിച്ച് കാണിക്കാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് അളവുണ്ട്. 1 ലിറ്റർ 1 ലിറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് മറ്റേ നിയമം ഇത് 1 ലിറ്റർ ആണെന്നുള്ള തെളിയിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ക്യാൻ കൊണ്ടുപോകും. അതിൻ്റെ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടോ? 1 ലിറ്റർ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ അളവാണോ? ഞാനിത് ആദ്യമായിട്ട് കേൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന സ്റ്റാൻഡേർഡ് അളവ് ഏതായിരിക്കും? ആ സ്റ്റാൻഡേർഡ് അളവ് 5 ലിറ്റർ ആയിരിക്കും. എന്നാൽ അത് തെളിയിക്കാം. അതെന്താ തെളിയിക്കാത്തത്? തെളിയിക്കില്ല, ഒരിക്കലും തെളിയിക്കില്ല. അങ്ങനെയാകുമ്പോൾ തട്ടിപ്പ് പിടിക്കപ്പെടൂലേ? ആ അളവ് പാത്രത്തിൽ തന്നെ ഓരോ ലിറ്ററായി 5 തവണ അടിച്ചു നോക്കിയാൽ തന്നെ പ്രശ്നം തീരും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും മാറ്റം. പലരും ഈ രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആരും പ്രതികരിക്കാറില്ല എന്നതാണ് സത്യം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ആളുകൾ മുന്നോട്ട് ഇറങ്ങി പ്രതികരിക്കണം. അല്ല, ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ, കുപ്പിയിൽ പെട്രോൾ കൊടുക്കാൻ കഴിയില്ല എന്ന്. അതെന്തുകൊണ്ടാ? എനിക്ക് തോന്നുന്നത് കുപ്പിയിൽ പെട്രോൾ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് അവരുടെ അളവിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കും. നമ്മളൊരു ബോട്ടിൽ കൊണ്ടുപോയാൽ അതിൽ പെട്രോൾ തരില്ല, പകരം അവിടെ ഒരു ക്യാനിൽ നിറച്ച് വെച്ചിട്ടുണ്ടാകും. അത് നമുക്ക് വാങ്ങിക്കാം. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതിലുള്ള തട്ടിപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ കസ്റ്റമർ കൊടുക്കുന്ന പൈസക്കുള്ള ആ ഒരു സാധനം അത് കൃത്യമായിട്ട് അവർക്ക് കിട്ടണം. അത് അവരുടെ അവകാശമാണ്.
ഏത് പമ്പിലെ പ്രശ്നം ഇല്ലാത്തത് എന്ന് പറയാം. ഏത് പമ്പിലെ പ്രശ്നം ഇല്ലാത്തത് വെറുതെ വല്ലതൊക്കെ ആളുകൾ പലതും പറയും. ആളുകൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അളവ് ഇതാണ് അല്ലേ? നമ്മുടെ അളവ് ഇതാ. പ്രശ്നം വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ലീഗൽ മെട്രോളജി വന്നിട്ട് അളന്നായിരുന്നു. എല്ലാം സർട്ടിഫൈ ചെയ്താ. ഇവിടെ പ്രശ്നം പരാതി പോയതിൻ്റെ പിറ്റേ ദിവസം വന്ന് അളന്നായിരുന്നു. ഈ ഡോറിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ഇതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ട്. ഓപ്പറേറ്റർക്ക് ഒരു OTP പോകും. ഒരു OTP സെയിം ടൈമിൽ നമ്മുടെ ഓണറുണ്ട്, സാറിന് ഒരു OTP പോകും. ആ OTP രണ്ടും അടിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓപ്പൺ ചെയ്താൽ, അതായത് ഇപ്പോൾ ഓപ്പറേറ്റർ വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേർക്കും ലീഗൽ മെട്രോ ആയതുണ്ട്. ആ 2 OTP കൂടെ ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്താലേ ഇതെന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ സീൽ നമ്പർ ഉണ്ട്. സീൽ ചെയ്ത് വെച്ചേക്കാം. ആ സീൽ പൊട്ടിച്ച് നോക്കും. എങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവര് പറയുന്നു പരാതി പോയതിന്റെ പിറ്റേന്ന് ലീഗൽ മെട്രോളജി വന്നു, അളന്നു നോക്കി, അന്ന് ഒരു കുഴപ്പമില്ല എന്ന്. അന്ന് തന്നെ ലീഗൽ മെട്രോളജി വന്ന് ഇതൊന്ന് അളന്നു നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പമ്പ് സീൽ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. കേരളത്തിലുള്ള 90% പമ്പുകളിലും ഇതുപോലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതുപോലുള്ള പമ്പുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക, അവിടെ പോവാതിരിക്കുക. എവിടെയാണോ നല്ലത് അവിടെ നിന്ന് പെട്രോൾ അടിക്കുക. അല്ലാതെ ഇതിനൊന്നും പ്രതിവിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഉള്ളതിനേക്കാളും കസ്റ്റമറുടെ എണ്ണം കുറയുമ്പോൾ ഇവർക്ക് താനേ മനസ്സിലായിക്കോളും, അവർ നന്നായിക്കോളും. കസ്റ്റമറെ പറ്റിച്ച് ജീവിച്ചാൽ ഇവരൊക്കെ എവിടെ എത്തുമോ എന്തോ.